ഇന്ത്യ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് 1971 ഡിസംബറിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപം കൊണ്ടത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ബംഗ്ലാദേശ് യാഥാർത്ഥ്യമാകാൻ 1500 ഇന്ത്യൻ ജവാന്മാരാണ് രക്തസാക്ഷികളായത്. ബംഗ്ലാദേശിന് മുന്നിൽ രക്ഷകരുടെ വേഷത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു അച്ചുതണ്ടാണത്. 1971 ചോരപ്പാടിന് പാകിസ്ഥാൻ ഈ നിമിഷം വരെ മാപ്പ് പറഞ്ഞിട്ടില്ല. പണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് സ്വർഗമായിരുന്നില്ല ബംഗ്ലാദേശ്. പക്ഷേ പുതിയ സർക്കാർ വന്നതിന് ശേഷം സ്ഥിതി തീർത്തും വഷളായി. ജീവിക്കാൻ വയ്യാത്തത്ര മോശം. ന്യൂനപക്ഷ വിരോധം മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും പുതിയ ഭരണകൂടത്തിൽ നിന്ന് പലതവണ കേട്ടു. കലാപം കൈവിട്ടു പോയത് ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത യുവാവിന്റെ കൊലപാതകത്തോടെയാണ്. ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദി മതനിന്ദയാരോപിച്ചാണ് ജോലി സ്ഥലത്തെത്തി ആ ഹിന്ദു യുവാവിനെ കൊന്നുകളഞ്ഞത്. വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്യുകയായിരുന്ന ദിബുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. കൊന്നതിനു ശേഷം ശരീരം മരത്തിൽ കെട്ടിത്തൂക്കി തീയിട്ടു. ആ ക്രൂരത കണ്ട് ആഘോഷിക്കാനും മനുഷ്യരുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരെ ഇന്ന് പ്രതിഷേധിക്കുന്ന ബംഗ്ലാദേശ് സ്വന്തം സാമ്പത്തിക അടിത്തറയാണ് തകർക്കുന്നത്. ബംഗ്ലാദേശിൽ കലാപം അടങ്ങുന്നില്ല. ജൻസി പ്രക്ഷോഭത്തിന് ശേഷം അധികാരം മാറിയിട്ടും തെരുവുകൾ അശാന്തമാണ്. ആൾക്കൂട്ടം അക്രമാസക്തവും. രാഷ്ട്രീയ അസ്ഥിരത, ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം. ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത രാഷ്ട്രമായി മാറിയോ? എന്തിനാണ് ഒരു പാവം ഹിന്ദു യുവാവിനെ ഇല്ലാത്ത കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം കൊന്നുകളഞ്ഞത്? എന്നും സഹായിച്ച ഇന്ത്യയെ പിണക്കിയിട്ട് ഒരു ഭാവിയുണ്ടോ ബംഗ്ലാദേശിന്? ഇന്ത്യക്ക് പകരം പാകിസ്ഥാനെ അടുപ്പിക്കാനാണോ ബംഗ്ലാദേശ് ശ്രമം? എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. അതിന് 2024 ഓഗസ്റ്റിലേക്ക് പോകണം. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ വർഷങ്ങളായി അധികാരത്തിലിരിക്കുന്ന ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടു. പകരം ഡോക്ടർ മുഹമ്മദ് യൂനിസ് അധ്യക്ഷനായി ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ നിലവിൽ വന്നു. പണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് സ്വർഗമായിരുന്നില്ല ബംഗ്ലാദേശ്. പക്ഷേ പുതിയ സർക്കാർ വന്നതിന് ശേഷം സ്ഥിതി തീർത്തും വഷളായി. ജീവിക്കാൻ വയ്യാത്തത്ര മോശം. ന്യൂനപക്ഷ വിരോധം മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും പുതിയ ഭരണകൂടത്തിൽ നിന്ന് പലതവണ കേട്ടു. നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിന് മുന്നിൽ വലിയ ചുമതലകൾ ഉണ്ടായിരുന്നു. പ്രക്ഷോഭങ്ങളിൽ ആടി ഉലയുന്ന ഒരു നാടിനെ നന്നാക്കണം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെറ്റ് അത് ഇന്ത്യയെ ഒരു ശത്രുവായി കണ്ടതാണ്. ഒരു പക്ഷേ ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ മിത്രമായതാകാം യൂനിസിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് കാരണം. കലാപം കൈവിട്ടു പോയത് ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത യുവാവിന്റെ കൊലപാതകത്തോടെയാണ്. ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ഇന്ത്യ വിരുദ്ധ നേതാവെന്ന് ഹാദിയെ പറയാം. 32 വയസ്സാണ് പ്രായം. ബംഗ്ലാദേശിനെ പിടിച്ചു കുലുക്കിയ ജൻസി പ്രക്ഷോഭത്തിന്റെ സമരമുഖം. ഇലക്ട്രിക് ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ പിന്നാലെ ബൈക്കിൽ വന്ന അജ്ഞാതരുടെ വെടിയേറ്റാണ് മരണം. സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ഹാദിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകാരനാണ്. ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വക്താവ്. ഹാദിയുടെ മരണം ബംഗ്ലാദേശിനെ ആളിക്കത്തിച്ചു. ഇടക്കാല സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ തിരിഞ്ഞു. മാധ്യമ സ്ഥാപനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരുന്നു ഒസ്മാൻ ഹാദി. അതിനിടെ ഹാദിയുടെ കൊലയാളികൾ ഇന്ത്യയിലേക്ക് കടന്നുവന്ന വ്യാജ പ്രചാരണങ്ങളും ഉയർന്നു. അതേറ്റുപിടിച്ച ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെ അക്രമങ്ങളുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകം. മതനിന്ദയാരോപിച്ചാണ് ജോലി സ്ഥലത്തെത്തി ആ ഹിന്ദു യുവാവിനെ കൊന്നുകളഞ്ഞത്. വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്യുകയായിരുന്ന ദിബുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. കൊന്നതിനു ശേഷം ശരീരം മരത്തിൽ കെട്ടിത്തൂക്കി തീയിട്ടു. ആ ക്രൂരത കണ്ട് ആഘോഷിക്കാനും മനുഷ്യരുണ്ടായിരുന്നു. ദിബുവിന്റെ ക്രൂര മരണം അവന്റെ പ്രിയപ്പെട്ടവർ അറിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. മൈമൻ സിംഗിലെ ഭാലുകയിലുള്ള വസ്ത്ര ഫാക്ടറിയിലായിരുന്നു ദിബു ജോലി ചെയ്തിരുന്നത്. കുടുംബത്തിന്റെ ഏക ആശ്രയം. ഭിന്നശേഷിക്കാരനായ അച്ഛൻ, അസുഖബാധിതയായ അമ്മ, ഭാര്യയും കുഞ്ഞും.
ദിബുവിനെ കൊന്നത് ആരാണെന്ന് പോലീസ് കണ്ടതാണ്. പക്ഷേ നടപടിയൊന്നും യൂനസ് ഭരണകൂടം ഇതുവരെ എടുത്തിട്ടില്ല. ആൾക്കൂട്ടം ആരോപിച്ച മതനിന്ദയൊന്നും ദിബു നടത്തിയിട്ടില്ല എന്ന് പിന്നീട് ബംഗ്ലാദേശ് പോലീസ് കണ്ടെത്തി. ദിബുവിന്റെ കൊലപാതകം ഇന്ത്യയിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് മുന്നിൽ ഹിന്ദു സംഘടനകൾ പ്രതിഷേധിച്ചു. ശക്തമായ നടപടി വേണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് പലതവണ യൂനസിന്റെ ഇടക്കാല ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഇതുവരെ ആ ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണ ബംഗ്ലാദേശിലെ പുതിയ അധികാരികളെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലിരുന്ന് ഷെയ്ഖ് ഹസീന നടത്തുന്ന പരാമർശങ്ങൾ അവർക്ക് പ്രയാസമാകുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത് ചരിത്രത്തിലെ ഏറ്റവും മോശം കാലത്താണിന്ന്. ഇന്ത്യ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് 1971 ഡിസംബറിൽ പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപം കൊണ്ടത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ബംഗ്ലാദേശ് യാഥാർത്ഥ്യമാകാൻ 1500 ഇന്ത്യൻ ജവാന്മാരാണ് രക്തസാക്ഷികളായത്. പാകിസ്ഥാന്റെ 93,000 പട്ടാളക്കാരാണ് ഇന്ത്യക്ക് മുന്നിൽ അന്ന് ആയുധം വെച്ച് കീഴടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കീഴടങ്ങൽ. അന്ന് മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും സുഹൃത്തുക്കളാണ്. ബംഗ്ലാദേശിന്റെ നിലനിൽപ്പിൽ ഇന്ത്യയുടെ കൈത്താങ്ങ് വളരെ വളരെ വലുതാണ്. ഇന്ത്യക്കെതിരെ ഇന്ന് പ്രതിഷേധിക്കുന്ന ബംഗ്ലാദേശ് സ്വന്തം സാമ്പത്തിക അടിത്തറയാണ് തകർക്കുന്നത്. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ലോകത്തെ രണ്ടാമത്തെ വലിയ നിർമ്മാതാക്കളാണ് ബംഗ്ലാദേശ്. ഇന്ത്യ പോലും ബംഗ്ലാദേശിന് പിന്നിലാണ്. 2024 കയറ്റുമതിയിലൂടെ നേടിയത് $39 ബില്യൺ, 3.5 ലക്ഷം കോടി രൂപ. കലാപത്തിന് പിന്നാലെ ഗാസിപ്പൂർ, സവാർ, നാരായണഗഞ്ച് തുടങ്ങിയ ഇടങ്ങളിലെ ഫാക്ടറികൾ അടച്ചു. തുണിത്തരങ്ങളെല്ലാം കയറ്റുമതി ചെയ്യാനാകാതെ കെട്ടിക്കിടക്കുകയാണ്. വർദ്ധിക്കുന്ന കടബാധ്യതയും ബംഗ്ലാദേശിനെ വലയ്ക്കുന്നുണ്ട്. 10 വർഷം മുൻപ് 27% കടം ഇപ്പോൾ 37%. അടുത്ത വർഷം GDPയുടെ 40% കടക്കും കടമെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് വരെ പ്രതിദിനം 7000 മെഡിക്കൽ വിസ വരെ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയിരുന്നു. 2023 ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തിയത് 20 ലക്ഷം പേരാണ്. ഇതിൽ 80% ബംഗ്ലാദേശികളായിരുന്നു. കലാപത്തിന് പിന്നാലെ മെഡിക്കൽ വിസ ഇന്ത്യ വെട്ടിക്കുറച്ചു. ബംഗ്ലാദേശിലെ രോഗികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. കലാപം മൂലം ബംഗ്ലാദേശിലേക്കുള്ള വിദേശ നിക്ഷേപം ഏതാണ്ട് നിലച്ച മട്ടാണ്. ബംഗ്ലാദേശിന് അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായവും നിന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനങ്ങളിൽ അമേരിക്ക പലതവണ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിന് മുന്നിൽ രക്ഷകരുടെ വേഷത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയുമാണ്. ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു അച്ചുതണ്ടാണത്. 1971 ചോരപ്പാടിന് പാകിസ്ഥാൻ ഈ നിമിഷം വരെ മാപ്പ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും സഹായം തേടി ബംഗ്ലാദേശ് പോയത് ഇസ്ലാമാബാദിലേക്കാണ്. 1971 യുദ്ധത്തിന് മുൻപ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ 30 ലക്ഷം പേരുടെ വംശഹത്യ പാകിസ്ഥാൻ നടത്തിയിരുന്നു. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടവും പാകിസ്ഥാനും അത് മറന്ന മട്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് വ്യാപാരം ആരംഭിച്ചിരുന്നു. നീണ്ട 53 വർഷത്തിന് ശേഷം ഇന്ത്യ പിന്മാറിയിടത്തേക്ക് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും എത്തിക്കഴിഞ്ഞു. ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ചൈനീസ് ഇടപെടൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് മാസങ്ങളായി. ചൈനയിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ധാക്കയിൽ ഓഫീസ് തുറന്നു. ഒരിക്കൽ ഇന്ത്യയുടെ ഉറ്റമിത്രമായിരുന്ന ബംഗ്ലാദേശിനെ പാകിസ്ഥാനും ചൈനയും വളയുന്നത് ഇന്ത്യക്ക് നോക്കി നിൽക്കാനാകില്ല. ഇന്ത്യയും ബംഗ്ലാദേശും ഏകദേശം 4000-ലധികം കിലോമീറ്ററാണ് അതിർത്തി പങ്കിടുന്നത്. $15 ബില്യൺ വാർഷിക വ്യാപാരവും ഇരു രാജ്യങ്ങൾ തമ്മിലുണ്ട്. അതിർത്തിയിൽ അസ്ഥിരമായൊരു ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് പരിഹാരം പൊതുതെരഞ്ഞെടുപ്പാണ്. ഫെബ്രുവരി 12 പൊതുതെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് ഇടക്കാല സർക്കാരിന്റെ പ്രഖ്യാപനം. കലാപ കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാണോ എന്ന് ആശങ്കയുണ്ട്.